ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ എപ്പോഴും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിലെന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുള്ള ഒരു കിടിലൻ ടിപ്പ് പറഞ്ഞു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് SC. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പം എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, അവളുടെ കയ്യിലൊരു പൂവുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പം അവിടെ എങ്ങനെ തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാറില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പം ഞാൻ പറയാണ്, മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്, അവിടെ ഏതാണ് നമ്മൾ മേശപ്പുറത്തിനകത്ത് തുടങ്ങാൻ പറ്റുമോ? ടേബിൾ വെച്ചിട്ട് തുടങ്ങാൻ പറ്റുമോ? പുസ്തകങ്ങൾ വെച്ചിട്ട് തുടങ്ങാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റൂല അല്ലേ? അപ്പം മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ദെയർ ഈസ് അല്ലെങ്കിൽ ദെയർ ആർ ഉപയോഗിക്കാം. അപ്പോൾ മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ട് എന്ന് പറയാൻ ഒരു പുസ്തകമാണല്ലോ, ആ ഒരു പുസ്തകമാണെങ്കിൽ അവിടെ ഈസ് ആണ്. അപ്പോൾ ഈസ് എ ബുക്ക്, ഒരു പുസ്തകം ഉണ്ട്. എവിടെയാണ്? ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ പുറത്ത്. അവിടെ നമുക്ക് ഒരു സാധനം യൂസ് ചെയ്യണം. എന്താണെന്നറിയോ? ദെയർ ഈസ്. അതാണ് ദെയർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ട്. നമ്മൾ ദെയർ എന്നുള്ളതിന് അവിടെ നിന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സാധനമോ ഒരു ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സാധനമോ വ്യക്തിയോ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് ദെയർ ഈസ് എന്ന് ഉപയോഗിക്കാം. പക്ഷേ അതിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം സെൻറ്റൻസുകളും ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു ബുക്കാണുള്ളതെന്ന് പറയുകയാണെങ്കിൽ ദെയർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നാലും മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ട് എന്നാണെങ്കിൽ മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടോ? മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടോ നമ്മളെല്ലാവരോടും ചോദിക്കൂലേ? അങ്ങനെ ചോദിക്കാൻ ആ ദെയർ ഈസ് ഓൺ ദ ടേബിളിലെ ഈസിങ് പുറത്തെടുക്കണം. എന്നിട്ട് എന്ത് പറയും? ഈസ് ദെയർ എ ബുക്ക് ഓൺ ദ ടേബിൾ. അവിടെ ഒരു പുസ്തകം ഉണ്ടോ ഒന്ന് നോക്കിയേ. നമ്മൾ പറയൂലേ എപ്പോഴും, ആ മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടോ? ഈസ് ദെയർ എ ബുക്ക് ഓൺ ദി ടേബിൾ. മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടോ? അപ്പം മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ട് എന്ന് പറയാൻ ദെയർ ഈസ് എ ബുക്ക് ഓൺ ദി ടേബിൾ. മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ദെയർ എ ബുക്ക് ഓൺ ദി ടേബിൾ. അപ്പോൾ പറയാണ് മേശപ്പുറത്തൊരു പുസ്തകം ഇല്ല. അവിടെ ഒരു പുസ്തകം ഉണ്ടോ? അവിടെ ഒരു പുസ്തകം ഇല്ല. മേശപ്പുറത്തൊരു പുസ്തകം ഇല്ല എന്ന് പറഞ്ഞാൽ ദെയർ ഈസ് നോ ബുക്ക് അല്ലെങ്കിൽ ദെയർ ഈസ് നോട്ട് എ ബുക്ക് ഓൺ ദ ടേബിൾ. നോ ബുക്ക് പറയാം. എങ്ങനെയാണ്? അവിടെ ബുക്കില്ല എന്ന് പറയാൻ ദെയർ ഈസ് നോ ബുക്ക്. പക്ഷെ ആ രീതിയിൽ പറയുമ്പോൾ ദെയർ ഈസ് നോട്ട് എ ബുക്ക് ഓൺ ദ ടേബിൾ. ദെയർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിളിനെ ഇല്ല എന്ന് പറയാൻ ദെയർ ഈസ് നോട്ട് എ ബുക്ക് ഓൺ ദ ടേബിൾ. ആ മേശപ്പുറത്തൊരു പുസ്തകം ഇല്ല. അപ്പം മേശപ്പുറത്തൊരു പുസ്തകം ഇല്ലേ? ആ ഈസ് നോട്ടിനെ ഇങ്ങ് എടുക്കുക. ഈസ് നോട്ട് ദെയർ എ ബുക്ക് ഓൺ ദ ടേബിൾ. ഈസ് നോട്ട് ദെയർ എ ബുക്ക് ഓൺ ദ ടേബിൾ. അപ്പം മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ട് എന്ന് പറയാൻ ദെയർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ. മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടോ? ഈസ് ദെയർ എ ബുക്ക് ഓൺ ദ ടേബിൾ. മേശപ്പുറത്തൊരു പുസ്തകം ഇല്ല. ദെയർ ഈസ് നോട്ട് എ ബുക്ക് ഓൺ ദ ടേബിൾ. മേശപ്പുറത്തൊരു പുസ്തകം ഇല്ലേ? ഈസ് നോട്ട് ദെയർ എ ബുക്ക് ഓൺ ദ ടേബിൾ. ഒട്ടും അറിയാത്തവർക്കുള്ളൊരു ടിപ്പാണിത്. ഇങ്ങനെ എളുപ്പത്തിലുള്ള ടിപ്പുകൾ പ്രയോജനപ്പെടുത്തി ആ ബേസ് ഉണ്ടാക്കി തന്നിട്ടുള്ള എൻ്റെ പേഴ്സണലായ, നിങ്ങൾ ഒരാൾ മാത്രം വെച്ച് പഠിപ്പിക്കുന്ന ഓൺലൈൻ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അത് 15 ഡേയ്സോ 2 മന്ത്സോ 3 മന്ത്സോ ഒക്കെയുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് വേണ്ടവരിതാ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ, ഇപ്പോൾ ഇതിൽ തന്നെയും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഒരു 50-ൽ പരം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ദെയർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞതിൽ നിന്നും എത്ര സെൻറ്റൻസുകൾ, ഇപ്പം എ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നതിന് പകരം എൻ്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്, ദെയർ ഈസ് എ ഡോഗ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ. കണ്ടോ? നിൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ടോ? ഈസ് ദെയർ എ ഡോഗ് ഇൻ യുവർ ഹൗസ്. അപ്പോൾ ദെയർ ഈസ് മാറി അവിടെ ഈസ് ദെയർ ആയി. നിൻ്റെ വീട്ടിലായപ്പോൾ ഇൻ യുവർ ഹൗസായി. ഇപ്പം മൈ ഹൗസാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് യുവർ ഹൗസ് ആയല്ലേ പറ്റൂ. വീണ്ടും നിൻ്റെ വീട്ടിലൊരു പട്ടി ഇല്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ദെയർ ഈസ് നോട്ട് എ ഡോഗ് ഇൻ മൈ ഹൗസ്. നിൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടോ എന്നുള്ളത് നിൻ്റെ വീട്ടിലൊരു പട്ടി ഇല്ലേ എന്നാക്കാൻ ഈസ് നോട്ട് ദെയർ എ ഡോഗ് ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിലൊരു പട്ടി ഇല്ലേ?
അപ്പോൾ നോക്കൂ, ആ 4 സെൻറ്റൻസിൽ നിന്ന് നമ്മളിപ്പം 8 സെൻറ്റൻസ്. ഇതുപോലെ നിങ്ങൾ ആ ബുക്കും ടേബിളും മാറ്റിയിട്ട് 1000 വേർഡ്സുകൾ കൊടുത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സംസാരിക്കാം. ഈ ഒരൊറ്റ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി നോക്കൂ, ഇനി ഞാൻ പറയാണ് മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ട്. മേശപ്പുറത്ത് എന്താ ഉള്ളത്? മേശപ്പുറത്ത് പുസ്തകങ്ങൾ. മുമ്പേ പറഞ്ഞത് ഒരു ബുക്കാണ് അല്ലേ, ഒരു ബുക്കുണ്ട്, ഒരു പുസ്തകമുണ്ട്. അപ്പോൾ നമ്മൾ പറയാണ് there are books. അവിടെ there is മാറി അവിടെ എന്താവണം? there are books on the table. there are books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ട്. there are books on the table. എന്നാൽ മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടോ? പുസ്തകങ്ങൾ എന്ന് വരുന്നതുകൊണ്ടാണ് ആറ് വരുന്നതെന്ന് ഓർക്കുക. are there books on the table? മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടോ? ആർ ദെയർ ബുക്സ് ഓൺ ദ ടേബിൾ? മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ടോ? മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഇല്ല, എന്ത് വരും? ഈ ആറിനോടൊപ്പം നോട്ട് ആഡ് ചെയ്യുക. there are not books on the table. there are not books on the table. അപ്പുറത്തെ മുമ്പ് പഠിച്ച ഈസ് ആറിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഇല്ലേ? aren't their books on the table. aren't their books on the table. അപ്പോൾ നോക്കൂ, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറയാൻ there are books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ are there books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഇല്ല, there are not books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഇല്ലേ? aren't there books on the table. നോക്കൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നാണ് ഇങ്ങനെയുള്ള വാക്കുകൾ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇത് തന്നെ ഇപ്പം നമുക്ക് ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് പോലെ, നമുക്ക് ഇല്ലേ ഉണ്ടോ എന്ന് പറയുന്നത് പോലെ ധാരാളം ടിപ്സുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. ഇപ്പം നമ്മൾ ഇതിന് ഈസും ആമും ആറും വാസും വെച്ച് ഗ്രമാറ്റിക്കൽ വേയിലല്ലാതെ നമ്മുടെ യൂസേജസ് ശൈലികൾ വെച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ആ യൂസേജിലൂടെ നമുക്ക് ഗ്രാമറിലെത്താം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് പേഴ്സണലായിട്ടുള്ള ക്ലാസ്സുകളിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അത് താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം മൂല്യവത്തായിരിക്കും. അതിനൊരു സംശയമില്ല. ഇനി നമുക്കുള്ള നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസാണ്. ആ സ്പീക്കിംഗ് പ്രാക്ടീസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതുന്നുള്ളെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കുവാൻ അതിലൂടെ കഴിയും. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ താഴ്വരയിൽ ഒരു പട്ടണമുണ്ട്. ആ താഴ്വരയിൽ ഒരു പട്ടണമുണ്ട്. താഴ്വര എന്ന് പറയുന്നത് വാലിയാണ്, പട്ടണം ടൗൺ എന്നാണ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അടുക്കളയിൽ ഒരു ഫ്രിഡ്ജുണ്ട്. അടുക്കളയിൽ ഒരു ഫ്രിഡ്ജുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, അടുക്കളയിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ? ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കാര്യം വേണേലും there isഉം there areഉം വെച്ച് പറയാം. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, തെരുവിൽ വലിയ ശബ്ദമാണ്. ലോട്ട് ഓഫ് നോയിസ് വെച്ച് പറഞ്ഞാൽ മതി. സ്ട്രീറ്റാണ് തെരുവ്. തെരുവിൽ വലിയ ശബ്ദമാണ് അല്ലെങ്കിൽ ധാരാളം ശബ്ദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ക്ലാസ്സിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് there is there, there are there, there is not, there are not, is not there, are not there. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ സംസാരത്തിലും യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.